ഭാരതീയ വിചാര കേന്ദ്രം കാസർഗോഡ് ജില്ലാ സമിതി ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ബംഗ്ലാദേശ് കലാപം ആസ്പദമാക്കി നടത്തിയ സെമിനാർ CPCRI പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ശക്തിയാർജിച്ചു വരുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളെ തകർക്കാൻ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഒരുക്കിയ കെണിയാണ് ഇന്നത്തെ ബംഗ്ലാദേശ് പ്രശ്നങ്ങളെന്ന് കർഷക മോർച്ച അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞു. ഇതിലൂടെ മധ്യേഷ്യയിൽ അമേരിക്കയുടെ താവളങ്ങൾ ഉറപ്പിക്കാനും ചൈനയ്ക്കെതിരെ പ്രതിരോധങ്ങൾ തീർക്കാനുമുള്ള നീക്കമാണ് പാശ്ചാത്യ ശക്തികൾ നടത്തുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ചൈനയുടെ നീക്കങ്ങളും ഇന്ത്യ കരുതിയിരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബംഗ്ലാദേശ് വിഷയത്തെ ആസ്പദമാക്കി ഭാരതീയ വിചാര കേന്ദ്രം കാസർഗോഡ് ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ജയസൂര്യൻ. അല്ലെങ്കിൽ ഖത്തർ മിലിറ്ററി എന്നൊക്കെ പേരിടുമെങ്കിലും ഇതിന്റെ മുഴുവൻ ഉപകരണങ്ങളും, മുഴുവൻ പരിശീലനവും, മുഴുവൻ നിയന്ത്രണവും അമേരിക്കയുടെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് ഖത്തർ ഇവർക്ക് ഫണ്ട് ചെയ്യുന്നുവെങ്കിൽ അമേരിക്കയും ഖത്തറും തമ്മിലുള്ള പെട്രോൾ ഡോളർ ബിസിനസ്സിനകത്ത് ഇത്ര % അമേരിക്കൻ താല്പര്യം അനുസരിച്ച് ബംഗ്ലാദേശിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ കേരളത്തിലെയും ഭാരതത്തിലെയും ബുദ്ധിജീവികളും മാധ്യമങ്ങളും മൗനം പാലിക്കുന്നത് രാജ്യവിരുദ്ധമായ കുറ്റം തന്നെയാണെന്ന് ചിന്തകനും സംവാദകനുമായ AP അഹമ്മദും ചൂണ്ടിക്കാട്ടി. ബംഗ്ലാദേശ് ഹിന്ദു വംശഹത്യ ലക്ഷ്യമിടുന്നത് ഭാരതത്തെ തന്നെയാണെന്നും ബംഗ്ലാദേശ് വംശഹത്യയുടെ അന്തിമ ലക്ഷ്യം അവിടുത്തെ ന്യൂനപക്ഷ ഉന്മൂലനം മാത്രമല്ല, ഭാരതീയ വിരുദ്ധ താല്പര്യങ്ങൾ കൂടിയാണെന്നും AP അഹമ്മദ് അഭിപ്രായപ്പെട്ടു. ഇപ്പോ സംഭവിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇന്ന് വന്നിരിക്കുന്നവർ കണ്ടോന്നറിയില്ല. പുതിയ ഗവൺമെന്റ് മുഹമ്മദ് യൂനുസ് 2009 കലാപം അന്വേഷിക്കണം. ആ കലാപത്തിൽ ആരൊക്കെ പ്രതികളാണ് ഇന്ന് വരെ ബംഗ്ലാദേശ് പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞിരിക്കുന്നു. ആ കലാപം മുഴുവൻ ആവിഷ്കരിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധമായി ബംഗ്ലാദേശ് രംഗത്ത് വന്നിരിക്കുന്നു. മൂന്നാമത്തെ ഒരു വാർത്ത, ഈ സമയത്ത് ലോക മാധ്യമങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ലോക ശ്രദ്ധയിൽ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ഒരു കൃത്യമായ ചിത്രം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇന്ന് നിങ്ങൾ വായിക്കുന്ന വാർത്ത, ഇന്നലെ വരെ ധീരമായി പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിക്കാത്ത ചൈന പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാസർഗോഡ് CPCRI പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ K മുരളീധരൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2021 ദുർഗാപൂജയോട് കൂടിയിട്ട് അവിടെ ഒരു ആദ്യമായിട്ടൊരു അസഹിഷ്ണുത. കാരണം എന്തെങ്കിലും ഒരു റൂമർ കേട്ട ഉടനെ അതിനെതിരായിട്ട് പ്രതികരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഒരു ബഹുസ്വരതയുള്ള രാജ്യത്ത് നടക്കാറില്ല. നമുക്ക് ഭാരതത്തിലും അങ്ങനെയൊന്നും പലപ്പോഴും നമ്മൾ എന്തെങ്കിലും കേട്ടാൽ അതങ്ങനെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ചെയ്യുകയുള്ളൂ. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ഒരു വിശിഷ്ട ഗ്രന്ഥം ഒരു വിഗ്രഹത്തിന്റെ അടുത്ത് ഉണ്ട് എന്നുള്ളൊരു വാർത്ത കേട്ടിട്ടാണ് ആൾക്കാർക്ക് പെട്ടെന്ന് എന്താ പറയുക അജിറ്റേഷൻ തോന്നിയത്. ചടങ്ങിൽ ഭാരതീയ വിചാര കേന്ദ്രം ജില്ലാ പ്രസിഡന്റ് മുരളീധരൻ പാലമംഗലം അധ്യക്ഷനായി. സെക്രട്ടറി KI ശിവപ്രസാദ് സ്വാഗതവും സംഘടനാ സെക്രട്ടറി P ചന്ദ്രശേഖരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.